നമ്മൾ എല്ലാവരും ന്യൂ ഇയറിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ന്യൂ ഇയർ കണക്കിലെടുത്ത സംസ്ഥാനത്തെ ബാറുകൾക്ക് രാത്രി 12 മണി വരെ പ്രവർത്തിക്കാൻ, അതായത് തുറന്നിടാൻ അനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതുപോലെ തന്നെ പാലക്കാട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള മലബാർ ഡിസ്റ്റിലറീസ് മദ്യനിർമ്മാണശാലയാണ്. മലബാർ ഡിസ്റ്റിലറീസ് പുറത്തിറക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് പേരും ലോഗോയും ക്ഷണിച്ചുകൊണ്ട് സർക്കാർ ഒരു പരസ്യം കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്നു. നല്ല പേരും ലോഗോയും ഒക്കെ നൽകുന്നവർക്ക് 10,000 രൂപ അവർ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ വിമർശനം ഉയർന്നു വരുന്നത്. KCBCയുടെ മദ്യവിരുദ്ധ സമിതി തന്നെയാണ് ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷമായി സർക്കാരിൻ്റെ നയം അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്നത് മദ്യവർജനം എന്നതാണ്. പക്ഷേ അതേ സർക്കാർ തന്നെയാണ് മദ്യ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് KCBC മദ്യവിരുദ്ധ സമിതി പറയുന്നു. അതുപോലെ തന്നെ ഈ രീതിയിൽ പരസ്യമിറക്കുന്നത് അത് ആളുകൾക്ക് മദ്യം ഉപയോഗിക്കാൻ വലിയ പ്രോത്സാഹനം നൽകും. കുട്ടികൾക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള തെറ്റായ സന്ദേശം നൽകും. അത് അബ്കാരി ചട്ടലംഘനമാണ്. അതുകൊണ്ട് അത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് KCBC മദ്യവിരുദ്ധ സമിതി പറയുന്നത്. അടുത്ത വിഷയം ഇതാണ്. ദൗസർ, എങ്ങനെയാണ് പരസ്യത്തെ കാണുന്നത് സർക്കാരിൻ്റെ? അല്ല, സർക്കാർ എന്നല്ല, ഏതൊരു പ്രൊഡക്റ്റ് ഓണറും അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാനുള്ള പരസ്യം കൊടുക്കാൻ മാർക്കറ്റ് ചെയ്യാൻ അതിന് അവകാശമുണ്ട്. പക്ഷേ മദ്യവും മയക്കുമരുന്ന് ഇല്ലീഗലാണ്. മദ്യം, സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ ഇവയുടെ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില നിയമങ്ങളുണ്ട്. നമ്മൾ കാണാറുണ്ടല്ലോ. പരസ്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ സിനിമയിൽ ഒരു മദ്യപാനത്തിന് ഒരു രംഗം വരുമ്പോൾ അവിടെ എഴുതി കാണിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അത് നിയമപരമായിട്ട് അങ്ങനെ എഴുതി കാണിക്കണം. അരുന്ധതി റോയുടെ ഒരു കവർ ചിത്രത്തിൽ അതില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വലിയ കേസ്? അതെ, അതുണ്ട്. അരുന്ധതി റോയ് സിഗരറ്റ് പുസ്തകത്തില്. അപ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ ഇത് ആ നിയമത്തിൻ്റെ ലംഘനം അല്ലേ? അതാണ് ഇപ്പോൾ KCBC ചോദിക്കുന്നത്. അത് ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതൊരു ഭാഗത്ത് ആ നിയമവും ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ ആളുകളിൽ നിന്ന് പേര് ക്ഷണിക്കുക നല്ലൊരു മാർക്കറ്റിംഗ് രീതിയാണ്. പക്ഷേ ഇവിടെ എന്തിൻ്റെയാണ്? മദ്യത്തിൻ്റെ ഇതാണ്. അപ്പോൾ അതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മദ്യത്തിൻ്റെ ഉപഭോഗം നമുക്കറിയാം. നമ്മുടെ നാട്ടിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അതേമാതിരി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, ഇത്തരം കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണമായി നിൽക്കുന്നതിൽ മഹാഭൂരിപക്ഷം എന്താണ്? അതിൻ്റെ പിറകിൽ മദ്യമാണ്, അല്ലേ? നല്ലൊരു ശതമാനം മദ്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മദ്യവർജനമാണ് സർക്കാരിൻ്റെ നയം. സർക്കാർ എപ്പോഴും പറയുന്നത് എന്താണ്? മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് സർക്കാർ നയം. ഒരർത്ഥത്തിൽ ശരിയായ പോളിസിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വെച്ചാൽ മദ്യം പൊടുന്നനെ സമ്പൂർണ്ണമായി നിരോധിക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല. അങ്ങനത്തെ ഒരു സർക്കാർ അങ്ങനെ നിരോധിച്ചു തന്നെ ഇരിക്കുക. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ശരിയല്ലാത്ത വഴികളിലൂടെ പല സ്വഭാവത്തിൽ അപകടകരമായിട്ടുള്ള മദ്യ ഉൽപ്പന്നങ്ങൾ അത് ഉണ്ടാക്കപ്പെടുകയും അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് അത് കൂടുതൽ ദുരന്തങ്ങളാണ് ഉണ്ടാക്കുക. എന്നുവെച്ചാൽ പൊടുന്നനെ നാളെ മുതൽ മദ്യം ലഭിക്കില്ല, മദ്യം നിരോധിക്കുകയാണ് എന്നൊരു സമീപനം ഒരു പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു ഭരണകൂടത്തിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മദ്യത്തിൻ്റെ ലഭ്യത കുറക്കുക, മദ്യത്തോടുള്ള വിപ്രതിപത്തി സമൂഹത്തിൽ കൂടുതൽ വ്യാപകമാക്കുക, ആ സ്വഭാവത്തിലുള്ള ബോധവൽക്കരണം നടത്തുക, ഇതൊക്കെയാണ് മദ്യവർജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് മദ്യത്തിൻ്റെ ലഭ്യത കുറക്കുക. അതാണ് മദ്യവർജനത്തിൽ ആദ്യമായിട്ടുണ്ടാവേണ്ട സംഗതി. പക്ഷെ അതാണോ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, ഒരിക്കലല്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ മാളുകളിൽ വരെ മദ്യം ലഭ്യമാണ്. അതെ, മാളുകളിൽ മദ്യത്തിൻ്റെ ഔട്ട്ലെറ്റ് വന്നു തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈസി ആക്സസ് ആണ്. ആർക്കും എവിടെ നിന്നും എളുപ്പത്തിൽ എന്താണ് മദ്യം വാങ്ങിക്കുന്ന ആളുകളെ അപമാനിച്ചു വിടണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈസി ആക്സസ് എന്നുള്ളത്, ഇപ്പോൾ ഓൺലൈനിൽ ഇത് ലഭ്യമാക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചന വരികയും അത് വലിയ പ്രതിഷേധങ്ങൾ ഇടുകയും ചെയ്തിട്ടുണ്ട്. IT പാർക്ക്. അപ്പോൾ ഇത് ഒരു വശത്ത് മദ്യത്തിൻ്റെ ലഭ്യത അത് വർദ്ധിപ്പിക്കുന്നു. പിന്നെ ഈ നിലക്ക് ഇതൊരു അടിപൊളി പരിപാടിയാണ്, നല്ല കാര്യമാണ് എന്നൊരു സന്ദേശം കൊടുക്കുന്ന വിധത്തിൽ നോർമലൈസ് ചെയ്യുന്ന സംഗതികൾ നടക്കുക. അതാണ് ഈ പേര് പറയൂ സമ്മാനം തരാമെന്ന് പറയുന്നത്. അതൊരു സാധാരണ പ്രോഡക്റ്റാണ്. മറ്റേതൊരു പ്രോഡക്റ്റ് പോലെയുള്ളൊരു പ്രോഡക്റ്റ് മാത്രമാണ് ഇത് എന്നൊരു സന്ദേശം ഇംപ്ലിസിറ്റായിട്ടെങ്കിലും സമൂഹത്തിലേക്ക് കൊടുക്കുകയാണ്, പുതിയ തലമുറയിലേക്ക് കൊടുക്കുകയാണ്. മദ്യത്തിൻ്റെ നിർമ്മാണവും വിതരണവും മദ്യസേവയൊക്കെ വളരെ നോർമലായ ഒരു സംഗതി മാത്രമാണ് എന്നൊരു സന്ദേശം കൊടുക്കുകയാണ്. അത് സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള മദ്യവർജനം എന്ന് പറയുന്ന പോളിസിക്ക് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് പ്രതിഷേധം വരും. ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് KCBC ആണ്, ക്രിസ്ത്യൻ സഭകളാണ്. അവർ പ്രതിഷേധമായിട്ട് വന്നത് വളരെ സ്വാഭാവികം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശരി നിഷാദ്, ഈ പരസ്യം അല്ലെങ്കിൽ സമ്മാനം നൽകാന്ന് പറഞ്ഞാൽ തീർത്തും തെറ്റായി പോയോ സർക്കാരിൻ്റെ?
സർക്കാരിനെ സംബന്ധിച്ച് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ല ചെയ്യുന്നത്. സർക്കാർ നിയമപരമായി തന്നെ കച്ചവടം ചെയ്യുന്ന സംഗതികളിലൊന്നാണ് ഈ പറയുന്ന മദ്യം. സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്നത് നമ്മൾ കാണേണ്ട കാര്യമാണ്. അതിൻ്റെ സാങ്കേതികത്വമാണ്. അതിനെ നമ്മൾ മറ്റൊരു തരത്തിൽ പരിശോധിച്ച് നോക്കിയാൽ മദ്യം നമ്മുടെ സമൂഹത്തിൽ വിപത്തല്ലാത്ത മറ്റൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ആരോഗ്യപരമായ വിപത്ത് അത് ഉണ്ടാക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് മദ്യം ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ക്രൈമുകളുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ അത് ഉണ്ടാക്കുന്ന സാമൂഹിക വിപത്ത് എന്തുമാത്രമാണ് എന്ന് നമുക്കറിയാം. അത് കുടുംബങ്ങളെ എന്തുമാത്രം അസ്ഥിരമാക്കുന്നു, കുഞ്ഞുങ്ങളെ എന്തുമാത്രം അനാഥരാക്കുന്നു, കുഞ്ഞുങ്ങളുടെ ലൈഫിനെ, ക്വാളിറ്റി ലൈഫിനെ എന്തുമാത്രം ബാധിക്കുന്നു. ഏതൊക്കെ അർത്ഥത്തിൽ പരിശോധിച്ചാലും മദ്യം എന്ന് പറയുന്ന ഒരു വിപത്താണ്. അത് നമ്മൾ സമ്മതിച്ചേ മതിയാവും. മറ്റേത് രണ്ടെണ്ണം അടിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്ന ആളുകൾ നിങ്ങളെ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരു മോശം സംഗതി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നുണ്ട്, നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്, ക്രൈം റേറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇടതുപക്ഷ സർക്കാർ ഈ കാര്യത്തിലൊരു നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ മദ്യ നിരോധനമല്ല. ഉമ്മൻചാണ്ടി സർക്കാർ 430 ബാർ കൂട്ടിയപ്പോൾ മദ്യ നിരോധനമല്ല ഞങ്ങളുടെ നയം, മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഞങ്ങളുടെ നയം എന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം സർക്കാർ ഇവിടെ വന്നു. ഇതിൻ്റെ ഒരു ഡ്രൈ ഡേ എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ട്. അന്ന് മദ്യം എവിടെയും കിട്ടില്ല. ഡ്രൈ ഡേകളുടെ എണ്ണം അങ്ങോട്ട് കുറച്ചു. എണ്ണം കുറയ്ക്കാന്ന് വെച്ചാൽ മദ്യം കിട്ടുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടി എന്നല്ലേ കണ്ടത്. ബാറുകളുടെ എണ്ണം കൂട്ടി, ടോഡി ഷോപ്പുകളുടെ എണ്ണം കൂട്ടി, അതല്ലേ കണ്ടത്. ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണെന്നായിരുന്നു ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ വരവിൻ്റെ സമയത്ത് വലിയ തോതിലുള്ള പ്രചാരണ വാചകം. അതിനുശേഷം ബാറുകൾ തുറന്നില്ലേ, ആവശ്യത്തിൽ കൂടി തുറന്നു. ഇപ്പോൾ ആ ജവാൻ എന്ന് പറഞ്ഞൊരു സംഗതി സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഭയങ്കര തോതിൽ സക്സസ് ആയതോടെയാണ് ഇനിയിപ്പോൾ പുതിയ ബ്രാൻഡി ഉണ്ടാക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അത്രേ അത് എന്ന് വെച്ചാൽ അതിനെങ്ങനെ പോപ്പുലറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പേരിടൂ, നിങ്ങൾ ലോഗോ നിശ്ചയിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്കിടയിലേക്ക് മദ്യ ഉപഭോഗത്തെ ഒരു സാധാരണ സംഗതിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തുമാത്രം ജനകീയമാക്കുകയാണ്. പരമാവധി കുടിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നൊരു ഇടതുപക്ഷ പുരോഗമന സർക്കാർ പറയുകയാണ്. നോക്കൂ, CPIM അതിൻ്റെ കോമ്രേഡ്സിനോട് കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് CPIM അതിൻ്റെ കോമ്രേഡ്സിനോട് കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള എന്തിനറിയാമോ? ഒരു കോമ്രേഡ്, ഒരു സഖാവ്, ഒരു പാർട്ടി കേഡർ കള്ളു കുടിച്ചാൽ സമൂഹത്തിലേക്ക് വിലയുണ്ടാവില്ല. അയാളെ ഏൽപ്പിച്ച ദൗത്യം അയാൾക്ക് വൃത്തിയായി നിർവഹിക്കാൻ കഴിയില്ല. ഒരു സാമൂഹിക പ്രശ്നത്തിലെ ഒരു തർക്കത്തിൻ്റെ നടുക്ക് അത് പരിഹരിക്കാനായി പോയി നിൽക്കുന്ന ഒരു സഖാവിന് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വാല്യൂ ചെയ്യപ്പെടില്ല. അയാൾക്ക് ആ പ്രശ്നം ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല. അയാൾക്ക് അയാളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയില്ല. എന്ന് മാത്രവുമല്ല, സാമൂഹിക ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കള്ളുകൂടി അത് ഒഴിവാക്കി നിർത്തുക എന്നുള്ളത്. അതുകൊണ്ട് സഖാക്കൾ കള്ളു കുടിക്കരുത് എന്നാണ് പാർട്ടി സഖാക്കൾ കൊടുത്ത നിർദ്ദേശം. അതേ പാർട്ടി ഭരിക്കുമ്പോഴാണ് പരമാവധി കള്ള് എന്ന് പറയുന്നത് കുടിക്കാൻ ആവശ്യം. കള്ളെന്ന് വെച്ചാൽ മദ്യം, ബ്രാൻഡി, വിസ്കി റമ്മ് ഇത് കുടിക്കാൻ ഒരു കുഴപ്പമില്ലാത്ത വിധമുള്ള കച്ചവടം സർക്കാർ നടത്തുന്നത് എന്ന വൈരുദ്ധ്യം അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് സർക്കാർ വലിയതുള്ള വരുമാനം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് മദ്യത്തിൻ്റെ ഏത് കുപ്പി, ഏത് സൈസിലുള്ള കുപ്പി വാങ്ങിച്ചാലും അതിന് ഭീമമായ ടാക്സ് ഗവൺമെൻറ് ഈടാക്കുകയാണ്. ഓരോ തവണയും സർക്കാർ റവന്യൂ കൂട്ടാൻ വേണ്ടി ഏറ്റവും പ്രധാനമായും ചെയ്യുന്ന കാര്യം ഈ മദ്യത്തിൻ്റെ വില കൂട്ടുക എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് അതിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഇരട്ടിയിലധികം സർക്കാർ ടാക്സ് ആയിട്ട് വാങ്ങിച്ചു കൂട്ടുന്നു. അപ്പോൾ അങ്ങനെ ടാക്സ് വാങ്ങിക്കുമ്പോൾ ഒരു കുഴപ്പം, നമ്മൾ കേരളത്തിലെ മദ്യ ഉപഭോഗത്തിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഡെയിലി മദ്യം വാങ്ങിച്ചു കുടിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരും, കൂലിപ്പണിക്കാർ, ഓട്ടോ തൊഴിലാളികൾ, ദരിദ്ര കുടുംബാംഗങ്ങളാണ്. ഒരു ദിവസം 500 രൂപ, 1000 രൂപ പണിക്കൂലി കിട്ടുന്ന ഒരാൾ 300 രൂപയ്ക്ക് കള്ളു കുടിച്ചുകൊണ്ടിരുന്നുവെന്ന് കരുതുക. സർക്കാർ അതിൻ്റെ വില 400 ആക്കുമ്പോൾ അയാളുടെ കുടുംബത്തിലേക്ക് കൊടുക്കുന്ന രൂപയാണ് കുറയുന്നത്. അയാളുടെ പണിക്കൂലിയൊന്നും കൂടാൻ പോകുന്നില്ല. അപ്പോൾ ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരനായിട്ടുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് പരമാവധി ടാക്സ് ഈടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരനായ മനുഷ്യൻ്റെ വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള പൈസയുടെ വിഹിതം കുറയ്ക്കുന്ന പരിപാടിയാണ്. ഒരു നിലയ്ക്കുള്ള പിടിച്ചു പറയാണ് ഈ നടത്തുന്നത് എന്ന കാര്യം കാണണം. അല്ലെങ്കിൽ അതിന് സർക്കാരിന് വില കൂട്ടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഉപഭോഗം കുറയ്ക്കാം എന്നൊരു പ്ലാൻ ഇടയ്ക്ക് വിശദീകരിക്കപ്പെട്ട ഒന്നാണ്. വില കൂടുമ്പോൾ ഉപഭോഗം കുറയും. അങ്ങനെ കുറയോ? ഈ അഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും, ഇപ്പോൾ നമ്മൾ MDMA ഉപയോഗിക്കാൻ വേണ്ടി അമ്മൂമ്മയെ തല്ലിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. മദ്യപിക്കാൻ പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ അക്രമം കാണിക്കുന്ന ആൾക്കാരെ ഉണ്ട്, മോഷ്ടിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ഈ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യും? ഏത് തരത്തിലുള്ള അതിക്രമത്തിനും തയ്യാറാവും. അപ്പോൾ ഗവൺമെൻറ് മദ്യവർജനമാണ് ഞങ്ങളുടെ നയം, മദ്യം ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞാൽ ആ നയത്തിനൊപ്പം നിൽക്കണം. നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല, മദ്യപിക്കുന്നവരെല്ലാം മോശക്കാർ എന്നൊന്നും പറഞ്ഞുള്ള തീർപ്പിലേക്ക് പോകാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. എനിക്ക് ആശയപരമായി അതിനോട് വിയോജിപ്പുള്ള ആളാണ് വ്യക്തിപരമായി. പക്ഷേ ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് ഒരു നയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ നയത്തിൻ്റെ ഒപ്പം നിൽക്കാനുള്ള ബാധ്യത ഗവൺമെൻറ് ഉണ്ട്. അല്ലാതെ ഞങ്ങൾ സ്കൂളുകൾ തുറക്കുന്നു, ബാറുകൾ പൂട്ടുന്നു പറഞ്ഞിട്ട് പരമാവധി ബാറുകൾ തുറക്കുക, പുതിയ ലേബലിൽ മദ്യങ്ങൾ പുറത്തിറക്കുക, എന്നിട്ട് അതിൻ്റെ പരമാവധി പൈസ ഈടാക്കുക, സാധാരണക്കാരുടെ പോക്കറ്റ് വലിച്ചു കീറിയെടുക്കുക എന്ന് പറയുന്ന പരിപാടി മദ്യ കച്ചവടത്തിനകത്ത് നടത്തുന്നുണ്ട്. സോ മദ്യ നയത്തിൻ്റെ കാര്യത്തിലും മദ്യ കച്ചവടത്തിൻ്റെ കാര്യത്തിലും ടാക്സേഷൻ്റെ കാര്യത്തിലും ഈ സർക്കാർ അങ്ങനെ ഒരു മികച്ച സമീപനം സ്വീകരിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്.
സർക്കാരിന് പല ന്യായവും പറയാൻ കാണും. ഗവൺമെൻറ് റവന്യൂ കുറഞ്ഞു, GST വന്നോടെ ഇവിടെ ഇപ്പോൾ വേറെ വരുമാനമൊന്നും കിട്ടാനില്ല, GST വിഹിതമാണ് മോദി മര്യാദയ്ക്ക് സമയബന്ധിതമായി തരുന്നുമില്ല, പൈസ കിട്ടാനുള്ള മാർഗ്ഗങ്ങളൊക്കെ സർക്കാർ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ലോട്ടറിയും മദ്യവും പലതരത്തിലുള്ള റവന്യൂസ് പരമാവധിയിൽ ഊറ്റാൻ നോക്കുന്നുണ്ടാവും. പക്ഷേ മദ്യത്തിൻ്റെ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മദ്യം ഒരു സാമൂഹിക വിപത്താണെന്ന കാര്യത്തിൽ തർക്കമുള്ള ആരുമില്ലല്ലോ. അത് മനസ്സിലാക്കിയ ഒരു പാർട്ടിയാണ് CPM. ആ പാർട്ടി ഇതിൻ്റെ ഫ്ലോ കൂട്ടാനും അതിനെ പോപ്പുലറൈസ് ചെയ്യാനും ജനകീയമാക്കാനും ഒക്കെ നടത്തുന്ന എക്സസൈസ് ഒരു നിലയ്ക്ക് ഒരു വലിയ വൈരുദ്ധ്യത്തെ തുറന്നു കാണിക്കുന്നുണ്ട് എന്ന കാര്യം ആ പാർട്ടി ആലോചിക്കാം. യെസ്, അതാണ് സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ഈ മദ്യവിൽപ്പന എന്ന് പറയുന്നത്. പക്ഷേ എന്ന് വെച്ച് മദ്യവർജനം വലിയ നിലപാടായി അവരുടെ ആശയമായി പറയുന്ന ഇടതുമുന്നണി തന്നെ അല്ലെങ്കിൽ സർക്കാർ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നിടത്താണ് കുഴപ്പം.